എനിക്ക് ഫോട്ടോ അയച്ച ഒരു നടനുണ്ട്, ഷർട്ടില്ലാത്തൊരു ഫോട്ടോ അയച്ചൊരു നടനുണ്ട്. പക്ഷെ എനിക്ക് ആ ഫോട്ടോ കാണിച്ചാൽ ഇപ്പൊ ഫോട്ടോ ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെ പറയും എന്തിനാ എനിക്ക് ഷർട്ടില്ലാതെ ഫോട്ടോ വയ്ക്കുന്നത്? ആങ്കർ രഞ്ജിനി ഹരിദാസ്. ആങ്കറിന് മാത്രമാണോ രഞ്ജിനി ചേച്ചി? അല്ല, എനിക്ക് തോന്നുന്നു 1-2 സിനിമയിലും ഒക്കെ എവിടെയൊക്കെയോ തല കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും രഞ്ജിനി ചേച്ചിയെ നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പൊ രഞ്ജിനി ചേച്ചി ഇന്ന് രാവിലെ ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അതും മെയിൻലി നമ്മുടെ ഈ ഹേമ കമ്മിറ്റി വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ചേച്ചി വന്നിരുന്ന് സംസാരിക്കുന്നത്. നിങ്ങളോട് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. ചേച്ചിയുടെ പല പ്രസ്താവനകൾ, പല സ്റ്റേറ്റ്മെന്റുകളും എനിക്ക് യോജിക്കാൻ പറ്റാറില്ല. പല കാര്യങ്ങളും ചേച്ചി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ചൊറിഞ്ഞു വരാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടാറേ ഇല്ല, മിക്കതിനോട് യോജിക്കാൻ പറ്റാറില്ല. പക്ഷേ ഇന്ന് ചേച്ചി ഈ ഒരു ന്യൂസ് ചാനലിൽ വന്നിരുന്ന് ഹേമ കമ്മിറ്റി വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു വിഷയത്തിൽ ആരും സംസാരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. വളരെ പ്രോപ്പറായിട്ട് കുറച്ച് കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു വെക്കുന്നത് ഞാൻ കണ്ടു. അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ചേച്ചി ഈ ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ചേച്ചി ഒരു കാര്യം പറയുന്നുണ്ട്. ചേച്ചിക്കും സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു വ്യക്തിയിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതിവിടെ പറയുന്നുണ്ട്. എന്നാൽ അതും പൊക്കി പിടിച്ച് ചേച്ചി ഇപ്പൊ ഇറങ്ങുന്നില്ല. അതിനുള്ള കാരണവും ചേച്ചി ഇവിടെ പറയുന്നുണ്ട്. എനിക്കതൊക്കെ കേട്ടപ്പോഴത്തേക്ക് അത് മാത്രമല്ല, ചേച്ചി കുറെ കാര്യങ്ങൾ ഈ ഒരു വാർത്തയിൽ ഈ ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് അതിനകത്ത് പ്രോപ്പറായിട്ട് പിക്ക് ചെയ്ത് നിങ്ങളോട് കാണിച്ചു തരണം, നിങ്ങൾക്ക് കാണിച്ചു തന്നു സംസാരിക്കണം തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് അത് കാണുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എനിക്ക് ഫോട്ടോ അയച്ച ഒരു നടനുണ്ട്, ഷർട്ടില്ലാത്തൊരു ഫോട്ടോ അയച്ചൊരു നടനുണ്ട്. പക്ഷെ എനിക്ക് ആ ഫോട്ടോ കാണിച്ചാൽ ഇപ്പൊ ഫോട്ടോ ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെ പറയും എന്തിനാ എനിക്ക് ഷർട്ടില്ലാതെ ഫോട്ടോ വയ്ക്കുന്നത്? അതിന്റെ ഉദ്ദേശം എന്താ? എന്നിട്ട് എന്റെ അടുത്ത് പറയും സെൻഡ് പിക്ചേഴ്സ്. ഇത് എനിക്ക് പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ രഞ്ജിനി ആ പേര് പറഞ്ഞൂടെ? ഇല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട്. എന്റെ പ്രൂഫ് ഇല്ല. ഐ ഡോണ്ട് ഹാവ് പ്രൂഫ് ടു ടോക്ക്. ബട്ട് നാളെ നിങ്ങൾ അത് പറയും. ഐ ഡോണ്ട് ഹാവ് പ്രൂഫ്. എനിക്ക് പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചാലേ. പക്ഷെ അത് ഇങ്ങനെ ഫോട്ടോ വയ്ക്കുമ്പോൾ ഐ ലൈക്ക് ഡൂഡ് റോങ് വിൻഡോ ഡൂഡ്, മുട്ടിയ വാതിൽ മാറിപ്പോയി എന്ന് പറയുമ്പോൾ അവിടെ ഷട്ടാണ് ആ സാധനം. ഇപ്പൊ കുറെ പേര് പറയുമായിരിക്കും ചേച്ചി ഇപ്പം ആങ്കറിംഗ് ഒക്കെ ഒന്ന് കുറഞ്ഞിരിക്കുകയാണ്, ചേച്ചിയുടെ ഫേസ് കുറച്ചുകൂടി ഒന്ന് റെക്കഗ്നൈസ് ആവാൻ വേണ്ടി ചേച്ചി പുതിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി വന്ന് ചാടിയാന്ന് കുറെ പേര് പറയും. പക്ഷെ എനിക്കത് തോന്നുന്നില്ല കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, ചേച്ചി ഇപ്പൊ ഈ ഒരു സാധനം പറയുന്നുണ്ട്. പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി വെറുതെ വന്നൊരു നടന്റെ പേര് പറഞ്ഞായിരുന്നെങ്കിൽ, എന്നിട്ട് ചേച്ചി പറയുകയാണ് എന്റെ പ്രൂഫ് ഇല്ല എന്ന് ചേച്ചി പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കായിരുന്നു. ചേച്ചി ചുമ്മാ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി സംസാരിച്ചാണെന്ന് പറയാമായിരുന്നു, ചുമ്മാ വന്നിട്ട് തള്ളിയാന്ന് പറയായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു കേസിൽ ചേച്ചി ആരുടെയും ആ ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ആങ്കർ ചോദിച്ചിട്ട് പോലും ചേച്ചി ആ പേര് പറയുന്നില്ല. അത് വളരെ മാന്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം അവർ തന്നെ പറയുന്നു എന്റെ തെളിവില്ല, കുറെ നാളുകൾക്ക് മുമ്പ് എന്തോ നടന്ന കേസാണ്, അതുകൊണ്ട് തന്നെ എന്റെ തെളിവില്ല. പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ വന്ന് ഒരാളുടെ പേര് പറയുന്നത്? അവര് ആ ഒരു കാര്യത്തിൽ വളരെ പ്രോപ്പറായിട്ട്, കാരണം ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ വരുന്നു, ചിലർ ഫേസ് കാണിച്ചു വന്നു, അവർ വന്നിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, 13 വർഷം മുമ്പ് അവരിങ്ങനെ ചെയ്തു ഇങ്ങനെ മറ്റേ ചെയ്തു, പക്ഷെ പ്രൂഫ് ഒന്നുമില്ല, ഒരു പ്രൂഫും ഇല്ല. ചില ആളുകൾ ഇതിന്റെ ഇടയിൽ കൂടെ വന്ന് ഫേക്ക് അലിഗേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. ഇനി വിൻ പോളിയുടെ കേസാണെങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ഇതിന്റെ ഇടയ്ക്ക് നടന്നു പോകുന്നുണ്ട്, ഒരു പ്രൂഫും ഇല്ലാതെ. അതിന്റെ ഇടയ്ക്കാണ് ചേച്ചി വന്നിട്ട് ചേച്ചിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എനിക്ക് കേസോ ഞാൻ അയാളുടെ പേര് പോലും പറയാൻ നിൽക്കുന്നില്ല. എന്തിനാണ്? കാരണം ഞാൻ അന്നേ അയാളോട് പറഞ്ഞു നിർത്തി, ചേട്ടൻ ഡൂഡ് അന്ന് തട്ടിയ വാതിൽ മാറിപ്പോയി അങ്ങനെ പറഞ്ഞു കഴിയുമ്പോ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നവൻ ഈ ബലാത്കാരമായിട്ടൊന്നും ചെയ്യാൻ വരുന്നവന്മാര് ചിലപ്പം ആ ഒരു മൈൻഡോട് കൂടി ഇരിക്കുന്നവന്മാര്, അത്രയ്ക്ക് മറ്റേ കുത്തി പിടിച്ചിരിക്കുന്നവന്മാര് ചിലപ്പം പിന്നെ ഉപദ്രവിക്കാനും പുറകെയൊക്കെ വരും. പക്ഷെ അതല്ലാതെ മാന്യമായിട്ട് ഈ വന്ന് ചോദിക്കുന്നവന്മാരും ഉണ്ട്, ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് തരുവോ എന്നുള്ള രീതിയിൽ ഉണ്ട്. അവന്മാരോട് ഈ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ പോകും, അതേ കണക്ക് പോയി കാണും. അതാണ് ചേച്ചി പിന്നെ അതിനെപ്പറ്റി വലുതായിട്ടൊന്നും പൊക്കി പിടിച്ചോണ്ട് വരാത്തത്. പിന്നെ പ്രൂഫില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്തുകൊണ്ട് പ്രൂഫില്ല, നിങ്ങൾക്ക് അത് കീപ്പ് ചെയ്യാൻ മേലായിരുന്നോ? എന്തിന് ചേച്ചിയൊക്കെ വിട്ട് എത്ര വർഷങ്ങളായി കാണുമായിരിക്കും ചിലപ്പോൾ, ഇതും വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ എന്നും. അവരത് വിട്ടു, അത്രേ ഉള്ളൂ. എനിക്ക് അതുകൊണ്ട് തന്നെ അവരൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വന്നാണെന്നൊക്കെ തോന്നുന്നില്ല. വളരെ പ്രോപ്പറായിട്ട് ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പണ്ടോട്ടേ അറിയാവുന്നതാണ്. അവരും അതിന് ഇരയായിട്ടുണ്ട്, അത് അവരവിടെ പറയുന്നു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഈ ഒരു വിഷയത്തിൽ നമുക്ക് മറ്റൊരു സൈഡിൽ കൂടെ സംസാരിക്കാം. അതായത് രഞ്ജിനി ചേച്ചി ഇപ്പം ഈ ഒരു വ്യക്തിയുടെ ചേച്ചിക്ക് ഈ ഫോട്ടോ അയച്ചു കൊടുത്ത സുന്ദര കില്ലാടിയായിട്ടുള്ളവന്റെ ഫോട്ടോ. ഇനിയിപ്പോ ഈ ഒരു വിഷയത്തിൽ നമുക്ക് വേറൊരു സൈഡിൽ കൂടെ സംസാരിക്കാം. ഇനിയിപ്പോ ഈ ഒരു വിഷയത്തിൽ നമുക്ക് മറ്റൊരു സൈഡിൽ കൂടെ സംസാരിക്കാം. അതായത് രഞ്ജിനി ഹരിദാസ് ഇപ്പൊ ആ നടന്റെ പേര് പറയുകയാണെന്നിരിക്കട്ടെ, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്?
ഒരു പ്രൂഫ് ഇല്ല, ഒരു തേങ്ങയില്ല. ചേച്ചി ഇവിടെ ഇരുന്ന് പേര് പറഞ്ഞു, മാധ്യമങ്ങൾ എല്ലാരും കൂടെ എടുത്തു വെച്ച് അങ്ങ് ചർച്ചയാക്കും. ആ നടനെ ഏറിക്കയറ്റും. എന്നിട്ട് പോലീസിൽ ചിലപ്പോൾ ഒരു കേസും കൊടുക്കും. എന്നിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു തെളിവും ഇല്ല. കുറച്ച് ദിവസം കഴിയുമ്പം ആ പുള്ളി പൊടിയും തട്ടി വേറെ വഴിക്ക് പോകും. മനസ്സിലായില്ലേ? അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതല്ലാതെ വേറെ എന്തെങ്കിലും നടക്കുമോ ഇവിടെ? ഇപ്പൊ മുകേഷിന്റെ, സിദ്ദിഖിന്റെ എവിടെ അതൊക്കെ കേസ് അന്വേഷിക്കുന്നു. അങ്ങനെ മുകേഷിന്റെ ജാമ്യം കിട്ടി, വല്ലതും നടക്കും? ഇവനൊക്കെ അകത്ത് പോവുമോ? എന്റെ ഒരു സംശയമാണ്. അതും എന്തെങ്കിലുമൊക്കെ സാഹചര്യ തെളിവുകളുണ്ട്. ഈ ഇപ്പം സിദ്ദിഖിന്റെ ഒക്കെ കേസിൽ ഇത് രഞ്ജിനി ചേച്ചി തന്നെ പറയുന്ന ഒരു തെളിവും ഇല്ല. ചേച്ചിയുടെ ഇല്ല, അതുകൊണ്ടാണ് ചേച്ചി പേര് പറയാത്തത്. ഇനിയിപ്പൊ നമ്മൾ കുറെ പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. കുറെ പേര് ചോദിക്കും പേര് പറഞ്ഞൂടെ, ഇപ്പം എല്ലാത്തിലും ഒന്നും പ്രൂഫ് ഇല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് പേര് പറഞ്ഞൂടെ, തപ്പി എടുക്കട്ടെ പ്രൂഫൊക്കെ എന്നൊക്കെ പറയാം. പക്ഷെ അവരോടുള്ള ചോദ്യമാണ് ഇത്. എന്ത് നടക്കും? കുറെ ദിവസം മാധ്യമങ്ങൾ ചർച്ച ചെയ്യും, അത് കഴിഞ്ഞിട്ട് അത് അതിന്റെ വഴിക്ക് അങ്ങ് പോകും. പിന്നെ വെറുതെ ചേച്ചി ഇപ്പൊ ബാക്കിയുള്ളവർ ചെയ്യുന്ന കണക്ക് ഒരു പേരും പറഞ്ഞ ഒരു അലിഗേഷൻ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അത് ചെയ്യാൻ നിൽക്കാത്തത് അവരുടെ ഒരു മാന്യതയായിട്ട് തന്നെ അത് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ അവരത് പറഞ്ഞു നിർത്തുകയും ചെയ്തു. തട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മാറിപ്പോയി, ഇവിടെ വന്ന് തട്ടണ്ട, ഇങ്ങനെ അങ്ങ് പറഞ്ഞാലേ കാര്യം കഴിഞ്ഞു ആദ്യമേ തന്നെ. മനസ്സിലായില്ലേ? പിന്നെ ഇനിയിപ്പം ആ നടൻ എന്താണെങ്കിലും ഈ ഒരു സാധനം കേട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വാർത്തയിൽ ഈ ഒരു ചാനലിൽ വന്നിരുന്ന് രഞ്ജിനി ഈ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഇനി ഒന്ന് പേടിക്കും. ഇനി അവൻ എന്താണെങ്കിലും ഒന്ന് പേടിക്കും. ആരുടെ ഫോണിലേക്കും ഒന്ന് ഇതേ കണക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുക ഇല്ലേ? അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രതികാരമായിട്ട് എനിക്ക് തോന്നുന്നത്. ആ ഒരു പേടി വേണം. ഇനിയും സിനിമയിലേക്ക് വരുന്ന ഒരാൾക്കും അവൻ ഈ പരിപാടി കാണിക്കരുത്, ഒരാളോടും ഈ പരിപാടി കാണിക്കരുത്. അതിനുള്ളൊരു പേടി ചേച്ചി ഇവിടെ പേടിപ്പിച്ചു. അത് മതിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ. ബിക്കോസ് ഇത് നമ്മൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം വരുന്നതല്ല. ഇത് രഞ്ജിനി ഹരിദാസിന് ഇത് പറയാം, റോങ് വിൻഡോ എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ഓഡിഷൻ കഴിഞ്ഞ പുതുതായിട്ട് എത്തുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 15-16 ഇയേഴ്സ് താഴെ, അവരൊക്കെ ഇതെങ്ങനെ പറയും? അവർക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടുമ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യും? I would like to say this. Yes, ഇപ്പോൾ ഈ ഒരു സംസാരം നടക്കുന്നത് ഇനി അങ്ങനത്തെ സ്ത്രീകൾ, പെൺകുട്ടികൾ, അവർക്കുള്ള ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കണം, അവർക്കുള്ള ഒരു പാഠമായിരിക്കണം. ബിക്കോസ് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ഒരു മേഖലയാണ് അല്ലേ? എല്ലാവർക്കും ഒരു ക്രേസ് ആണ് ഇതിനോട്, അതിൻ്റെ സ്റ്റാർഡമിനോട്, അതിൽ നിന്നും ലഭിക്കുന്ന ഫെയിമിനോട്, പവറിനോട്, അതിൽ നിന്ന് ലഭിക്കുന്ന മണിയോട്. അതിനോട് നോ എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും കാശ് ഇഷ്ടമാണ്, എല്ലാവർക്കും ഫേമസ് ആവുന്ന ഇഷ്ടമാണ്, അതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും കൂടുതൽ അതിന് പുറകെ നടക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ വളരെ ഫിനാൻഷ്യലി വീക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന ആൾക്കാരാണ് ഇതിൽ പെട്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രിവിലേജിൽ നിന്നും വരുവാണെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ ഓൾറെഡി സിനിമയിൽ വലിയ നടന്മാരാണെങ്കിൽ, ഓൾറെഡി നല്ല വലിയ പ്രൊഡ്യൂസർ ആണെങ്കിൽ, ഡയറക്ടർ ആണെങ്കിൽ, എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ലല്ലോ. സ്വാഭാവികമാണത്, ഒരു നാച്ചുറൽ നമ്മുടെ ഡിസിഷനാണ്. എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. ഇനി എനിക്കിതൊന്നും ഇല്ലെങ്കിൽ, ഗോഡ് ഫാദർ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം കുറേ ആക്ടേഴ്സ് അവരുടെ പ്രതികരണത്തിൽ വരുന്നത് ഐ വാസ് പ്രിവിലേജ്ഡ്, അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മളൊന്ന് സംസാരിക്കുന്നത് ദാറ്റ് ഇസ് ബിക്കോസ് വി ആർ ഓക്കെ. ഒന്നെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ട്, നമുക്ക് ജോലിയെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞ വിശ്വാസമുണ്ട്, നമുക്ക് ഉറങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സെക്ഷൽ ഫേവേഴ്സ് കൊടുക്കേണ്ട എന്നൊരു ഇതുണ്ട്. പക്ഷേ ഐ ഫീൽ, ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്, ഐ ഫീൽ ദാറ്റ് അങ്ങനത്തെ ഒരു പ്രിവിലേജ് ഇല്ലാതെ സിനിമ മോഹം എന്തുകൊണ്ടും, റീസൺ എന്തുമാവാം, കലാപരമായ റീസൺ ആവാം, മറ്റ് റീസൺസ് ആവാം, അങ്ങനത്തെ ആൾക്കാർ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അവർക്ക് നോ പറയാൻ പറ്റുന്നില്ല. അവർ വിചാരിക്കുന്നത് വഴങ്ങിക്കൊടുത്താൽ, അല്ലെങ്കിൽ യെസ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചെയ്തു കൊടുത്താൽ അവരുടെ ജീവിതം മാറ്റിമറിയുന്നതാണ്. എനിക്കറിയില്ല ഇത്രയും വ്യക്തമായിട്ട്, ഇത്രയും ഡീപ്പായിട്ട് ആരെങ്കിലും ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ടോന്ന്. കാരണം രഞ്ജിനി അവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, പുതുതായിട്ട് വരുന്നവർക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇവര് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്, ഇവര് മാത്രമല്ല, അത് പല ആൾക്കാരും പറഞ്ഞതാണ്. ഈ ഒരു സിനിമ ഞാനും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഇങ്ങനത്തെ വൃത്തികേടുകൾ നടക്കുന്നത്, എല്ലാ മേഖലയിലും ഉണ്ട്. സോ പുതുതായിട്ട് വരുന്ന കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം, സിനിമ ഇൻഡസ്ട്രിയെ തന്നെ. അഭിനയിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ രഞ്ജിനി പറയുന്ന കണക്ക് അത്രയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കില്ല വരുന്നത്. അവർക്ക് അഭിനയിക്കാൻ ഒരു താല്പര്യം കാണും, ചിലവർക്ക് കഴിവ് കാണും, അതുകൊണ്ടായിരിക്കും അവർ വരുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരെ ചൂഷണം ചെയ്യാൻ ഒരുപാട് ആളുകൾ വരും. അതിപ്പം ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ ഏമാക്കാൻ പറ്റിയ റിപ്പോർട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾ ഇവിടെ നടക്കാതിരിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നടക്കും, ഒരക്ഷരം മിണ്ടാതെ ഒരു മൂലയിൽ കൂടി പരിപാടി നടക്കും. സോ അത് സ്റ്റോപ്പ് ചെയ്യണം. അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ചെല്ലുന്ന ആളുകൾ ഇതിന് ഒരു കാരണവശാലും നിന്നു കൊടുക്കരുത്. സാഹചര്യങ്ങൾ കൊണ്ട് പോലും നിന്നു കൊടുക്കരുത്. പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും നിന്നു കൊടുക്കരുത്. വേണ്ട. കാരണം നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ഇന്ന് ഒരുപാട് വേദികളുണ്ട്. ഇപ്പം
അഭിനയിച്ചേ പറ്റൂ എന്ന് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിനകത്ത് കഴിവുള്ളവരും കാണും, കഴിവില്ലാത്തവരും കാണും. കുറെ ആളുകൾ അതിനകത്ത് വന്ന് നിന്നിട്ടായിരിക്കും അവർക്ക് പഠിച്ചു വരുന്നത്. ആക്ടിങ് എന്ന് പറയുന്ന ഒരു സാധനം പഠിക്കുന്നത്. സോ അങ്ങനെയുള്ളവർക്ക് ഓപ്ഷൻസ് ഉണ്ടെന്ന്. ഇൻസ്റ്റാഗ്രാം, ഇന്ന് ഫേസ്ബുക്ക്, ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾക്കൊരു അക്കൗണ്ട് തുടങ്ങാം, നിങ്ങൾക്ക് അതിനകത്തൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിങ് സ്കിൽസ് ചെയ്ത് അത് കൂട്ടാം. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഇന്ന് എന്താണ് എന്തോരം ആളുകളെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് പിക്ക് ഓഫ് ചെയ്യുന്നത്, ഡയറക്ടേഴ്സ്. സോ അങ്ങനെ നിങ്ങൾ സെറ്റായി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആക്ടിങ് ഇഷ്ടപ്പെട്ട് നിങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്ന ആളുകൾ കാണും. അവർ നിങ്ങളെ ചൂഷണം ചെയ്യില്ല, മനസ്സിലായില്ലേ? എന്നിട്ടും വന്ന് ചൂഷണം ചെയ്യാൻ നിൽക്കുന്നവരോട് പൊക്കോളാൻ പറയുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളോട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് സിനിമയിലല്ല, പുറത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾ അംഗീകരിക്കപ്പെടേണ്ട ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പുറകെ വരും. അതിന് നിങ്ങൾ പോയി നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇനി വരുന്ന മാതാപിതാക്കന്മാരാണെങ്കിലും, അതിപ്പോൾ സിനിമ ഇൻഡസ്ട്രി, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, സിനിമ ഇൻഡസ്ട്രിയെ വെച്ചിട്ട് ബാക്കി ഏത് ഇൻഡസ്ട്രിയിലും ഇത് നടക്കുന്നുണ്ട്. സോ നമുക്കൊരു ഓപ്ഷൻ, നമുക്കൊരു സർവൈവലിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടാൻ, അതിനകത്ത് നിന്ന് പോകാൻ വേണ്ടി ഒരിക്കലും നമ്മുടെ ശരീരം നമ്മളൊരു തെണ്ടികൾക്കും പണയം വെക്കേണ്ട കാര്യമില്ല. പോകുന്നതാണെങ്കിൽ അന്ന് പോട്ടേന്ന് വെക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് അടുത്ത പരിപാടി നോക്കുക. മനസ്സിലായില്ലേ? അപ്പൊ കുറെ പേര് പറയും, ഞാനും പറഞ്ഞതാണ്, നമുക്ക് അവകാശമാണ്, നമ്മൾ അതിനകത്ത് പിടിച്ചു നിൽക്കണമെന്ന്. അതായത് നമ്മുടെ അവകാശമാണ്. സിനിമ ഇൻഡസ്ട്രിയിൽ വരുന്ന സ്ത്രീകളാണെങ്കിലും ഇപ്പൊ പറയും, എന്തിനു പേടിച്ചു മാറി നിൽക്കണം, ഞങ്ങൾ ഇവിടെ നിൽക്കും. നിന്നോളൂ, നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ അവകാശമാണ്. പക്ഷെ അതിനകത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്തു കൊടുത്താലേ നിൽക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു വരുന്നതിനകത്ത് നിങ്ങൾ നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. വേണ്ട, വോട്ട് പുല്ല്. നിങ്ങൾ കഴിവുള്ളവരാണെങ്കിൽ പിടിച്ച് നിങ്ങളുടെ പുറകെ വരും. മനസ്സിലായില്ലേ? സിനിമ ചെയ്തില്ലെങ്കിൽ ഇന്ന് കാശുണ്ടാക്കാൻ പറ്റുമെന്നില്ല. സോഷ്യൽ മീഡിയയിലേക്ക് മാറുക. ഇല്ലെങ്കിൽ വേറെ എന്തോരം കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ടെന്ന്. അതിന് ഈ പോയി കണ്ട പട്ടികളുടെ ഒന്നും കൂടെ, സോറി ഞാൻ ആ പറഞ്ഞ വാക്ക് മോശമായി പോയി, അത് ഉപയോഗിക്കരുത്. പട്ടികൾക്ക്, ഡോഗ്സിന് നാണക്കേടാണ്. ഡോഗ്സ് ഇങ്ങനെ ചെയ്യത്തില്ല. സോറി ഫോർ ദാറ്റ് ടു ഓൾ ദ ഡോഗ് ലവേഴ്സ്. പറഞ്ഞപ്പം ഞങ്ങൾ വന്നേ ഉള്ളൂ. ഒരിക്കലും ഞാൻ ആ വാക്ക് യൂസ് ചെയ്തായിരുന്നു. അങ്ങനെ ചെയ്യില്ല. വേറെന്താ ഉപയോഗിക്കുക? അത്രയും ചെറ്റത്തരം കാണിക്കുന്നവന്മാർക്ക് നിന്നു കൊടുക്കാതിരിക്കുക. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് തന്നെ രഞ്ജിനി ഇത്രയും നന്നായിട്ട് ഡീപ്പായിട്ട് ഇതിനകത്ത് സംസാരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. സോ ആദ്യമേ അല്ല, അവസാനമായിട്ട് അവർക്കൊരു കൈയടി ആദ്യമേ കൊടുക്കേണ്ടതായിരുന്നു. സോ വോട്ടെവർ, അങ്ങനെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. സിനിമയിലേക്ക് വരുന്നവരെ മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രിയിൽ ഏതൊരു പരിപാടിക്ക് പോകുന്ന, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോകാൻ ഇരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും അവൾ വളർന്നു വരുമ്പോഴത്തേക്ക് അവർക്ക് ഈ പരിപാടിയൊന്നും ഇല്ല. നമുക്ക് അറിയാൻ പറ്റും ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്ക് ഏത് രീതിയിലേക്കാണ് പോകേണ്ടത്. ചിലപ്പം എന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ പോകണമെന്നില്ല. വലുതാകുമ്പോഴത്തേക്ക് ഇന്ന് പലരും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല ചെയ്യുന്നത്. എന്നാൽ കൂടി വോട്ടോ എന്തോ ആയിക്കോട്ടെ, ചെറുപ്പം തൊട്ടേ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഒരു കാര്യത്തിനും ഒരു തെണ്ടിയുടെ കാല് പിടിക്കാൻ നിൽക്കരുത്. ആർക്കും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. മനസ്സിലായില്ലേ? അല്ലാതെ ഒരു കാര്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. എഡ്യൂക്കേറ്റ് കുട്ടികൾ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ രഞ്ജിനി എനിക്ക് തോന്നുന്നു ഈ ഒരു ന്യൂസ് ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് അതിനകത്ത് പ്രോപ്പറായിട്ട് എടുത്തു വെച്ച് സംസാരിക്കണം തോന്നിയത് ഈ കുറച്ച് കാര്യങ്ങളാണ്. അത് ഞാൻ വെച്ച് സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു രഞ്ജിനി പറയുന്നത് മൊത്തം കേൾക്കണം. അതുപോലെ തന്നെ രഞ്ജിനി ഒരു യൂട്യൂബറാണ് കേട്ടോ. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിനകത്തും കഴിഞ്ഞ ദിവസം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് രഞ്ജിനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാനത് കുറച്ചേ കണ്ടുള്ളൂ, അത് മൊത്തം കണ്ടിട്ടില്ല. അത് കുറച്ച് ഞാൻ കാണുകയും ചെയ്തു. അതിനകത്തൊക്കെ വളരെ പ്രോപ്പറായിട്ട് രഞ്ജിനി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെങ്കിലും രഞ്ജിനി പറഞ്ഞ ഈ ഒരു കാര്യത്തോട് ആദ്യമായിട്ട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ തോന്നി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക.